പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കലാമണ്ഡലം വിമല മേനോൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ആദരണീയയായ വളരെ മുതിർന്ന ഒരു കലാകാരിയാണ് എൻ്റെ മുന്നിൽ. ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു കലാമണ്ഡലം ശ്രീമതി വിമല മേനോൻ. സ്വാഗതം മാഡം. നമസ്കാരം. ഇപ്പോൾ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. കൊൽക്കത്തയിലൊക്കെ പോയി ഒരു സമ്മാനം മേടിച്ചിരിക്കുന്നു. അതിന് മുന്നേ കേരള സർക്കാർ തന്നെ അഭിനന്ദിച്ച് കഴിഞ്ഞ അവാർഡ് തന്നു. അതെ, അപ്പോൾ ആ പുരസ്കാരങ്ങളുടെ കേരളശ്രീ അവാർഡിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ കേന്ദ്രത്തിൽ മാത്രമേ ഈ പറഞ്ഞ പത്മശ്രീക്ക് ഈക്വലായിട്ട് നിന്നിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് വീണ്ടും അങ്ങനെ ഒന്ന് തുടങ്ങി. അത് ആദ്യമായിട്ട് എനിക്ക് തന്നെ തരാൻ തോന്നിയതിൽ അങ്ങേറ്റം സന്തോഷം. നന്ദി. 63 കൊല്ലമായിട്ടുള്ള നിരന്തര പരിശ്രമത്തിൻ്റെയും സാധനയുടെയും ഒരു ഫലമാണല്ലോ ഈ അംഗീകാരം എന്ന് പറയുന്നത്. നമ്മളൊന്നും അംഗീകാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല. ഈ 63 കൊല്ലം 5 തലമുറയാണ് ഞാൻ പഠിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ എൻ്റെ 3 തലമുറയാണ്. ഞാൻ, മകളുടെ മകൾ 5 തലമുറ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയല്ല. തൃശ്ശൂരിലെ ഒരു കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടി വളരെ യാദൃച്ഛികമായിട്ടാണ് സ്കൂളിലെ ഒരു പെർഫോമൻസിൽ നിന്ന് വള്ളത്തോളിൻ്റെ ഹൃദയത്തിലേക്ക് ചാടിക്കയറിയത്. അതിനൊരു കാര്യമുണ്ട്. അതായത് അന്ന് ഞാൻ ഇരിഞ്ഞാലക്കുട പഠിക്കുന്ന കാലം. അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് അന്നാണ് ഉദ്ഘാടനം. VV ഗിരിയാണ് അന്ന് നമ്മുടെ ഗവർണർ. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ബന്ധുവാണ് ആരെ, വെള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ മരുമകനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ എനിക്ക് കാളിയാമർദ്ദനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അന്ന് മൃദംഗം, ഹാർമോണിയം അത്രയേ ഉള്ളൂ. ഇന്നത്തെ മാതിരി അത്ര കോലാഹലങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്തു. ആ സ്റ്റേജ് അറിഞ്ഞ് കളിച്ചിട്ടുള്ളതും നമ്മുടെ കൃഷ്ണൻ വെള്ളത്തിൽ കാളിയാമർദ്ദനമൊക്കെ കണ്ടപ്പോൾ വെള്ളത്തോള് കുറച്ച് ചെവി കേൾക്കില്ല അന്നും. അപ്പോൾ അദ്ദേഹം ഞാൻ ചെവി പൊതിയിട്ട് ചോദിച്ചു, നിനക്ക് കലാമണ്ഡലത്തിൽ വരാൻ മോഹമല്ലേ? നിന്നെപ്പോലെയുള്ളവരാണ് കലാമണ്ഡലത്തിൽ വരേണ്ടത്, നീ വരണം കേട്ടോ. അത് ഞാൻ കേട്ടിട്ടില്ല. കലാമണ്ഡലം എന്നോ അങ്ങനെ നമ്മളെ ഒരു ഡാൻസുകാരിയാവാൻ നമ്മുടെ കുടുംബം സമ്മതിക്കുന്നതൊന്നും ഒരു പ്രതീക്ഷ നമുക്കില്ല. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഒരു കാരണവശാലും കോളേജിൽ പോവില്ല, കലാമണ്ഡലത്തിലാണ് എന്നെ കൊണ്ട് ചേർത്തത്. നല്ലോണം വാശി പിടിച്ചു അവിടെ. ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ അതിനെ എൻ്റെ ഗുരു വിജയഭാനു മാഷ് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. ഇപ്പോൾ ജവഹർ ബാലഭവനിൽ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ വന്ന് ജോയിൻ ചെയ്തല്ലോ. അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മൾ കലാമണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സ്വീകരിക്കുന്നത്, അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു പോയോണ്ട് വലിയൊരു എഡ്യൂക്കേഷനാണത്. അവിടെ 4, 5 പഠിക്കുന്നവരല്ലേ. അപ്പോൾ ഞാൻ വലിയൊരു ഡിഗ്രിക്കാരിയോ PhD തുടക്കത്തിലാണ് 1960 64 4 കൊല്ലം അന്ന് ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക് മാസിക. അതിൽ ഞാൻ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ എനിക്ക് വിദ്യാഭ്യാസമുള്ളൊന്നൊരു തോന്നൽ അന്ന് എനിക്ക് തോന്നി. കുറച്ച് അഹങ്കാരം അന്ന് ഈ പഠിച്ചു എന്നൊരു തോന്നൽ. പക്ഷെ ഇന്നെന്ത് പഠിച്ചു, നമ്മൾ ഒന്നും പഠിച്ചില്ല. പക്ഷേ ആ ഒരു SSLCയുടെ ഒരു സ്ഥാനം എനിക്ക് അവിടെ കിട്ടി. 2ാം കൊല്ലം അരങ്ങേറ്റം നടത്തി. 4 കൊല്ലവും ലഡാക്ക്, മദ്രാസ് തുടങ്ങിയ സകല പരിപാടിയിലും ഇതായി. അവിടുത്തെ അധ്യയനത്തിനെ കുറിച്ച് മാഡം തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 2 മണിവരെയുള്ള ചിട്ടയായിട്ടുള്ള അഭ്യാസം. അതായത് ഒരു കാര്യം, അന്ന് വരുന്ന കുട്ടികൾ ഈ കലയ്ക്ക് വേണ്ടി വരുന്നവർ, കാശ് സമ്പാദിക്കാനല്ല. പഠിപ്പിക്കുന്നവരും നമുക്കറിയുന്നത് മുഴുവനും ഇവർക്ക് പകർന്നു കൊടുക്കണമെന്ന് മോഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീറ്റ് സാധകം. ആദ്യം സാധകം 2 തരത്തിലുണ്ട്. ഒന്ന് പാട്ടിൻ്റെ ഉണ്ട്, ഒന്ന് മെയ് സാധകം. മെയ് സാധകം എന്ന് പറഞ്ഞാൽ കണ്ണ്, കഴുത്ത്, നമ്മുടെ കൈയിൻ്റെ മൂമെൻറ്റ്സ്, മുദ്രകൾ പഠിക്കുക. അത് വെറും വയറ്റിലാണേ. ഇന്നത്തെ മാതിരി ഹോർലിക്സും ബോൺവിറ്റൊന്നും ചായയൊന്നും തന്നിട്ടുള്ള കാലഘട്ടമല്ല അന്ന്. 8 മണി വരെ. അത് കഴിയുമ്പോഴാണ് കഞ്ഞി.
കഞ്ഞിയുടെ കൂടെ നെല്ലിക്ക ഉപ്പിലിട്ടത്. ഓ, പക്ഷേ അന്നൊന്നും നമുക്കത് വലിയൊരു ദോഷമായിട്ട് തോന്നിയില്ല. കാരണം കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനാണെങ്കിൽ കുറച്ച് വെൽറ്റൂഡ് ഫാമിലിയിൽ നിന്ന് ആദ്യമേ ഹിറ്റ് ചെയ്തു. അവിടെ പശുവുണ്ട്, നെയ്യുണ്ട്, അതൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെ ആദ്യം കുറച്ച് കരയൊക്കെ ചെയ്തു ഞാൻ. പക്ഷേ കരയാൻ പറ്റില്ല, കാരണം എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പോയത്. അപ്പോൾ പിന്നെ ഈ 4 കൊല്ലവും വീട്ടിൽ തന്നെ പോകണമെന്ന് മോഹമല്ല എനിക്ക്. സീനിയേഴ്സിൻ്റെ മുഴുവൻ കണ്ടുപിടിക്കുക, അവരുടെ കൂടെ നിന്ന് പ്രോഗ്രാം നടത്താൻ 2 രൂപയാണ് പ്രോഗ്രാം ചെയ്താൽ തരണത്. ആ രൂപയ്ക്ക് അന്ന് വലിയ പ്രാധാന്യം. എന്താണ്? നൊങ്ക് മേടിക്കാൻ. അവിടെ ഒരുപാട് നൊങ്ക് ഉണ്ടാവും. ആ നൊങ്ക് മേടിച്ച് തിന്നണം. പിന്നെ നമുക്ക് കുറേ കുട്ടികൾക്കൊക്കെ ഈ ദാരിദ്ര്യമുള്ള കുട്ടികളുണ്ടെന്നുള്ളത് അറിയാമല്ലോ. സ്റ്റൈപ്പൻഡ് 25 രൂപയുള്ളൂ അന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കൊണ്ടായത് എങ്കിൽ അവർക്ക് കൊടുക്കുക. അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാരതപ്പുഴയിൽ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കുളി ഒരു വലിയ ഔഷധത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. 4:30-5 മണി വരെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോണത്. 1 അവർ ആലിബാബയും 40 കള്ളന്മാരും. അതായത് ചിരുമ ടീച്ചറെ വയസ്സായിട്ട് മുമ്പിൽ നടക്കും, ഈ കുട്ടികൾ മുഴുവനും പറയുക. പക്ഷെ അവിടെയുള്ള കടക്കാരൊക്കെ പറയും ആലിബാബ 40 കള്ളന്മാരെന്താ പോണു എന്ന്. പക്ഷെ അവിടെ പോയി കുളിച്ച് അതിൽ നീന്തൽ അറിയുന്നവർക്ക് നീന്താം. അപ്പോൾ നമ്മുടെ ദേഹത്തുള്ള സകല പല ദിക്കുന്ന് വരുന്ന വെള്ളമല്ലേ, അപ്പം നമുക്കൊരു ഔഷധമാണ്. നമ്മൾ കുടിച്ചു വന്നു, വേഗം നാമം ജപിച്ചു. ഇന്നത്തെ മരിയൊന്നുമല്ല, അന്ന് നാമം ജപിക്കണം. നാമം ജപിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്തു. അത് കഴിഞ്ഞാൽ പാട്ട് റിഹേഴ്സലെടുത്തു. പിന്നെ അന്ന് പഠിച്ച സകല ഐറ്റങ്ങൾ തമ്മിൽ സീനിയേഴ്സും ജൂനിയേഴ്സായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ ആണ് ഹോസ്റ്റൽ വാർഡൻ, ചിന്നുമ ടീച്ചറെ. മുദ്രകൾ പഠിക്കുക, നമുക്ക് കിട്ടാത്ത അഭിനയങ്ങൾ വരുത്തുക, വിരികളക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഒരുപാട് സമയം യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അന്നത്തെ കലാകാരികൾക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. അപ്പോൾ ഏത് പാട്ടായിരിക്കും പറയുക? പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ക്ലാസിക്കൽ പാട്ടിനോടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ബിന്ദുജയുടെ പവിത്രം സിനിമയിലെ ശ്രീരാഗമോ അത് വലിയ ഇഷ്ടമാണ്. ശരത്തിനെയും വലിയ ഇഷ്ടമാണ്. കലാമണ്ഡലത്തിലെ കാര്യം പറയുമ്പോൾ അവിടുത്തെ 2 വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ചിന്നമ്മ ടീച്ചറും സത്യഭാമ ടീച്ചർ. അഭിനയം ചിന്നമ്മ ടീച്ചറിൽ നിന്നും അടവുകൾ സത്യഭാമ ടീച്ചറിൻ്റെ നിന്നും പഠിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അത് ഒരു കാര്യമുണ്ട്. ടീച്ചർക്ക് അന്ന് ഏകദേശം 10-74 വയസ്സുണ്ട്, ഈ 60-ൽ തന്നെ. അപ്പോൾ ചവിട്ടി കാണിക്കാനുള്ള ഒരിതില്ല. പക്ഷെ മുഖം കൊണ്ടും മുദ്ര കൊണ്ടും നമുക്കിന്നും അത് ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ എത്ര തലകുത്തി നിന്നാലും നമുക്കത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അടവുകൾക്ക് ഭയങ്കര പാടാണല്ലോ. ഭരതനാട്യം നമുക്ക് പഠിക്കാനുള്ളത് ഭാസ്കർ റാവു ആണ്, തഞ്ചാവൂർ ഭാസ്കർ സാർ. അദ്ദേഹം തഞ്ചാവൂർ സ്റ്റൈലിലാണ് പഠിപ്പിച്ചത്. പക്ഷെ അത് നേരെ വിപരീതമാണ് മോഹിനിയാട്ടം, ലാസ്യപ്രധാനം. അതിന് നമ്മൾ ഉപമിക്കുന്നത് എങ്ങനെയാണ്? നെൽക്കതിര്, തെങ്ങിൻ്റെ ഓല, അതിൻ്റെ ചലനം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് നല്ലോണം കഷ്ടപ്പെട്ടാണ് പത്മശ്രീ സത്യഭാമ ടീച്ചർ ഞങ്ങൾക്ക് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ടീച്ചർ കല്യാണം കഴിഞ്ഞ ഉടനെ ആയിരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ നിന്നു. ഗർഭിണിയായിരുന്നു എന്നർത്ഥം. ആ സമയത്ത് അന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണ് ഈ. എന്നാലും ഞങ്ങൾ പറയും ടീച്ചർ കളിക്കൂ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലത്തേക്ക് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് ഭൂട്ടാനിലേക്ക് പോയി വിവാഹം കഴിഞ്ഞ്. അവിടെയും മോഹിനിയാട്ടം പഠിപ്പിച്ചു. അതായത് ഒരു കാര്യമുണ്ട്, 64 പാസ്സായ 1 കൊല്ലം ദേശീയ കലാകേന്ദ്രം നമ്മുടെ കോട്ടയത്ത് വർക്ക് ചെയ്തു, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അതിനിടയിലുള്ള ഞാൻ വെള്ളാത്തൂർ നാരായണ മേനൻ്റെ മരുമകൻ ശേഖര മേനൻ്റെ മകൻ വിശ്വനാഥ മേനൻ, ഭൂട്ടാനിലെ അക്കൗണ്ട്സ് ഓഫീസർ. അപ്പോൾ അദ്ദേഹം എന്നോട് കലയെ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ അച്ഛനോട് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നുമില്ല, എൻ്റെ ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ചന്ദ്രിക, കലാമണ്ഡലം ചന്ദ്രിക എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ലവ് മാരേജാന്ന്. അല്ല, ഞങ്ങളൊക്കെ ഗുരുവായൂർ വെച്ചാണ് കാണുന്നത് തന്നെ, താലി കെട്ടുന്ന സമയത്താണ്. അന്നൊക്കെ അതിനാലോ ആയിരുന്നു. ഇന്നൊക്കെ എത്രയോ തവണ കണ്ടാലാണ്
എഗ്രി ചെയ്യുക അല്ലേ? ഇന്നത്തെ കുട്ടികളെ അന്ന് കല്യാണത്തിന് താലി കെട്ടുമ്പോഴാണ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ ഭൂട്ടാനിൽ നമുക്ക് ചെയ്തു. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോൾ കണ്ണിനൊപ്പം കൈ പോവുക, മുഖം കൊണ്ടുള്ള അഭിനയം, പിരിയം കൊണ്ടുള്ള ചലനം, കാലും കയ്യും കൂടി ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോണേ, കുറേ നാൾ പഠിപ്പിക്കാൻ നോക്കി ഞാൻ. പക്ഷെ അവർക്ക് ഈ ലാമ ടൈപ്പിലുള്ള ആസാമി ടൈപ്പിലുള്ള ഡാൻസുകളൊക്കെ ആകുമ്പോൾ 1 2 1 2 ചവിട്ടിയാൽ മതി. നമുക്കത് പോരാ. ശാസ്ത്രീയമായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാലേ മോഹിനിയാട്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം ഒരു 1.5-2 കൊല്ലത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് എൻ്റെ കല മുന്നോട്ട് പോകണം. ഭാഗ്യത്തിന് ജവഹർ ബാലഭവനിലെ നോട്ടിഫിക്കേഷൻ. ആ സമയത്ത് എൻ്റെ മകന് 2 വയസ്സ്. പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരം ശരിക്കും ടീച്ചർ ഒരു പരീക്ഷണശാലയാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു കാര്യമുണ്ട്. ക്ലാസിക്കൽ നൃത്തങ്ങൾ കുറവായിരുന്നു ഞാൻ വന്നപ്പോൾ. ഗുരു ഗോപിനാഥ്, ശങ്കരകുട്ടി സാറ്, നമ്മുടെ ചന്ദ്രശേഖർ സാറ്, പരമശിവ അവരൊക്കെ ഉപയോഗിച്ചിരുന്നു. വിജയഭാനുമാഷമൊക്കെ ചെയ്തുവെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഭരതനാട്യമോ മോഹിനിയാട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ AS മേനോൻ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ ബാലഭവൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് ശാസ്ത്രീയമായിട്ട് ടീച്ചർ എങ്ങനെയാണ് കലാമൃത്തി പഠിച്ചത് അത് കൊണ്ട് മുന്നോട്ട് പോയാൽ കൊള്ളാം. പക്ഷേ വളരെ ആസ്വദിക്കുകയും പഠിക്കണമെന്ന മോഹമുള്ള സ്റ്റുഡൻസായിരുന്നു തിരുവനന്തപുരത്തെ കുട്ടികൾ. അതുമല്ല, എല്ലാ കൊല്ലം പല ദിക്കുന്ന കുട്ടികൾ ബാലഭവനിൽ വരും, കൊല്ലത്തുനിന്ന്, കോട്ടയത്തുനിന്ന്, എറണാകുളം. അപ്പോൾ അവർക്കൊരു നോട്ടിഫിക്കേഷനായ, ടീച്ചർ പുതിയൊരു ഐറ്റം പറഞ്ഞു തന്നു. നമ്മുടെ ഫിലിം സ്റ്റാറിൻ്റെ അച്ഛൻ പരമേശ്വര സാറ് ഒരു 4 വരി എനിക്ക് എഴുതി തന്നു. ടീച്ചർ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഭയങ്കര ധൈര്യമായിട്ട് പറഞ്ഞു, സാർ ചെയ്യാം. സെനറ്റ് ഹാളിൽ 14 മോഹിനിയാട്ട കുട്ടികളെ വെച്ച് പന്താട്ടം. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു. മോഹിനിയാട്ടം അതുവരെ ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായിരുന്നു. അത് ഗ്രൂപ്പായിട്ട് അവതരിപ്പിക്കാൻ അത് കാരണം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ കുട്ടികളുണ്ടായത്. അതായത് കുട്ടികളെ നമുക്ക് പങ്കെടുപ്പിക്കണം. ഒരു കുട്ടിയെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വാദ്യം പോരാ, മൃദംഗം പോരാ. ഞാൻ വിചാരിച്ചു, ഇടയ്ക്ക എന്തുകൊണ്ട് നമുക്ക് അഷ്ടപതിക്കും മറ്റേനും അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് ധൈര്യട്ടെ. പിറ്റേ ദിവസം ഭയങ്കര ബഹളമായി. എന്താ അധികാരം, ആര് പറഞ്ഞു ഈ ഗ്രൂപ്പിനെങ്ങനെ ചെയ്യാൻ, ആർക്കാണ് അത്ര വലിയ ഇൻട്രസ്റ്റ്, ആരെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, കലാപരമായിട്ടുള്ളതൊക്കെ നശിച്ചു. പക്ഷേ ഓരോ ചലനങ്ങളും ഇടയ്ക്ക് കൊണ്ടും മൃദംഗം കൊണ്ടും മാറി മാറി വന്നപ്പോൾ കാണികൾക്ക് അത് വളരെ സന്തോഷം. പിറ്റേ ദിവസം പത്രം സപ്പോർട്ട് ചെയ്തു എനിക്ക്. അതായത് 14 കുട്ടികൾ സെനറ്റ് ഹാളിൽ ഈ പന്തിന് വേണ്ടി ഓടുകയാണ്. അപ്പോൾ ആ ചലനത്തിൻ്റെ ഭംഗിയും ഈ പറയുന്ന വാദ്യങ്ങളുടെ മാറ്റങ്ങളും എന്നെ വളരെയധികം പേര് കുറച്ചും കൂടി കലാമണ്ഡലം എന്ന് ഉറപ്പിക്കത്തക്ക വിധത്തിൽ. പന്താട്ടമാണ് അതിൻ്റെ അകത്ത് മുഖ്യമായിട്ട് എടുത്തതെങ്കിലും ഈ 14 പേർക്കും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഇല്ല, അതാ ഞാൻ പറഞ്ഞു. അതിനൊരു കാര്യമുണ്ട്. ഞാൻ ഭൂട്ടാനിലിരിക്കുന്ന കാലത്ത് ഫുട്ബോൾ കളി കാണാൻ പോകും. അപ്പം പക്ഷെ അതിൽ ഇരുന്നിട്ടുള്ള മൊമെൻറ്റ്സ് ഇല്ല. ബാക്കിൽ ഓടി വന്ന 11ാമത്തെ ആളോ ബാക്കിൽ വന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്തു വെച്ചാൽ, നിന്ന് ചെയ്യുന്നവർ വേറെ, ഇരുന്ന് ചെയ്യുന്നവരെ തട്ടി കറങ്ങി ചെയ്യുക, ഓടിപ്പോയി പിടിക്കുക. അങ്ങനെ ഈ 14 പേർക്കും വിഭജിച്ച് കൊടുത്തു. അത് മാത്രമല്ല, പണ്ട് വെറുതെ തിരുവാതിര കളിക്കണമാതിരി ഡയഗണൽസ്, പ്ലസ്, മൈനസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഉണ്ടാക്കി 2 പേര് കയറി പിടിക്കുമ്പോൾ ഒരാളുടെ തല ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആക്ഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികളൊക്കെ കുറച്ചും കൂടി സന്തോഷമായി, അവരും കുറച്ച് ഇൻവോൾവായി. എന്താണ് ഒരു പന്ത് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അതൊരു അഭിനയപ്രധാനമായിരുന്നു എന്ന് കൂടുതൽ പറയാം. അതുകൊണ്ടാണ് അതുണ്ട്. കാരണം അഭിനയപ്രധാനം എന്ന് പറയാം പ്രത്യേകിച്ച് കാരണം ഒരു കുട്ടിക്ക് ഒരു പന്ത് എവിടെ പോണു എന്ന് നോക്കണമെങ്കിൽ ആ കണ്ണിൻ്റെ ചലനം കൊണ്ട് മാത്രമേ അവിടെ എത്തുള്ളൂ. പ്രത്യേകിച്ച് വേദിയിൽ ആ പന്തില്ലല്ലോ, പന്ത് കയ്യിലില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കയ്യെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷെയ്ക്ക്, കയ്യിലുള്ള ആ ഷെയ്ക്കും കൂടി അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായി. മോഹിനിയാട്ടത്തിൽ ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്.
അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ടാണ്? കാതോട് കാത് ലതികയുടെ കാതോട് കാതോരം എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ സംസാരിച്ചുകൊണ്ടിരുന്നത് പരീക്ഷണത്തിൻ്റെ ചില തുടക്കങ്ങളെക്കുറിച്ചാണ്. പിന്നെ ഒരു പ്രധാന പരീക്ഷണം നടത്തിയത് വേഷങ്ങളിലാണ്. ആ വേഷങ്ങളിലുള്ള ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു ചിന്ത ആദ്യം വരുന്ന എപ്പോഴാണ്? അതായത് അഷ്ടപതി നമ്മുടെ കരുണാകരൻ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ 10 ദിവസം ഉത്സവം നടക്കുന്ന കാലഘട്ടം. അപ്പോൾ അതിൽ ഒരു ദിവസം നമുക്ക് പരിപാടി തരും. ഈ ഏറ്റവും നല്ല ഐറ്റം പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന സമ്മാനം കൊടുക്കുക. ചെറിയൊരു കിഴി, അറിയാലോ, ഭഗവാന്റെ കിഴി. നമ്മൾ കാശൊന്നും ചോദിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ട്രാൻസ്പോർട്ടും പാഞ്ചേരി താമസം അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അദ്ദേഹം ഈ കലാകാരന്മാർക്ക് കുറച്ചൊരു പ്രയോജനം ഉണ്ടായിരുന്നു, ആസ്വദിക്കുമായിരുന്നു. പ്രോഗ്രാം കാണാൻ വന്നു കഴിഞ്ഞാൽ വിമലെ ഇന്ന് ശാന്താകാരം എടുത്തോളൂ എന്ന് പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ ശ്ലോകങ്ങൾ എനിക്ക് ഇപ്പോൾ പത്മനാഭൻ്റെയൊക്കെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഷ്ടപതി ചെയ്തപ്പോൾ സാധാരണ എല്ലാം കസവ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൽ കൃഷ്ണൻ ചെയ്യുമ്പോൾ കുറച്ച് പച്ച മിക്സ് ചെയ്താൽ എന്താ ഒരു ചേഞ്ച് കൃഷ്ണനാണ് എന്നുള്ള ഒരു ഇതിന്. എന്നാൽ നമ്മുടെ ട്രഡീഷണൽ വിട്ടുപോയാൽ മോഹിനിയാട്ടാവില്ല. അതിനപ്പോൾ എന്ത് വിചാരിച്ചു, ഒന്നിലോ ജാക്കറ്റ് മാത്രം, ഇല്ലെങ്കിൽ ഈ കസവ് നേരിയതിൻ്റെ ചോട്ടിലെ കുറച്ച് പച്ച, അതേമാതിരി രൗദ്രഭാവം കംസൻ, ആ ഭാഗമൊക്കെ നമുക്ക് എടുക്കുമ്പോൾ റെഡോ ബ്രൗണോ ഉപയോഗിക്കാം. അതേമാതിരി ക്രിട്ടിസൈസ് ചെയ്തു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്റ്റേജിൽ അത് ഭയങ്കര അപ്രീസിയേഷനായി ശരിക്കും. അതായത് കൃഷ്ണൻ മഞ്ഞ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കസവ്, വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് കസവുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സ്, ഈ പച്ച എൻ്റെ ബ്രൗഡ്, ചെറിയ ഓറഞ്ച് മിക്സിങ്, അതായത് വെള്ളപ്പൂവിൽ മാത്രം ചേഞ്ച് വരുത്താതെ, ഓർണമെൻറ്റ്സിന് ചേഞ്ച് വരുത്താതെ ഈ ഡ്രസ്സിൽ, അതായത് ആദ്യമൊക്കെ വെറും ഒരു സാരിയും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മുടെ ഭരതനാട്യം പോലെ ഞെറിഞ്ഞ്, അതായത് കഥകളി സ്ത്രീ വേഷത്തിന് എങ്ങനെ ഉടുത്തു കെട്ടണോ അതേമാതിരി ഈ സാരി ഞാൻ അയേൺ ചെയ്ത് ഫ്രില്ലാക്കി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി പ്രായ പെൺകുട്ടികൾ നിൽക്കുമ്പോൾ വൃത്തികേടാവരുത്, അതുകൊണ്ട് അവരുടെ ബാക്ക് വശം കൂടി ഇത് മറയണം. അതുകൊണ്ട് വേറൊരു പോർഷനും കൂടി ഞെറിയോടുകൂടി അതൊന്ന് ചെയ്തു. പിന്നെ മേലെ സാരി, ആ സാരിക്ക് പകരം ഹാഫ് സാരി പറഞ്ഞ പകുതി സാരി, അതിൽ വേണമെങ്കിൽ ബോർഡറുകൾ മാത്രം മാറ്റി അങ്ങനെ ഒരു ചേഞ്ച് ചെയ്തു. പക്ഷേ ഈ പറയുന്ന ആദ്യമൊക്കെ ക്രിറ്റിസൈസ് ചെയ്താലും പിന്നെ പിന്നെ ഈ മത്സര രംഗങ്ങളാണ് അതിന് ഇത്ര പ്രചോദനം കൊടുക്കാൻ കാരണം. അതെന്താ വെച്ചാൽ മത്സരത്തിന് പുതിയ ഇനങ്ങളും പുതിയ ഡ്രസ്സും വിമല ടീച്ചർ കൊണ്ടുവരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ മത്സരത്തിനും എനിക്ക് വാശിയായി ഡ്രസ്സ് മാറണം, ഈ പറയുന്ന ഐറ്റംസ് പുതിയത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് 10-28 വർണ്ണം കമ്പോസ് ചെയ്യാൻ പറ്റി. സ്വാതിരുന്നാള്, ഇരവിമൻ തമ്പി, അയ്യപ്പ പണിക്കരുടെ ONVയുടെ അക്ഷരങ്ങളെടുത്തു, ശ്രീകുമാരൻ തമ്പിയുടെ അക്ഷരങ്ങളെടുത്തു, സുഗത ചേച്ചിയുടെ അക്ഷരങ്ങളെടുത്തു. ഇതൊക്കെ കാരണം അവരും കൂടി ഇതിൽ ഇൻവോൾവായി എന്നുള്ളതുകൊണ്ടാണ്. ഇവരെല്ലാവരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ള ഈ സാഹിത്യം കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് പദങ്ങളും വർണ്ണങ്ങളും ഒക്കെ മാത്രമല്ലേ പഠിച്ചിറങ്ങുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് പോരാതെ കൂടുതൽ സാഹിത്യം ഇതിനകത്ത് വേണം, അതിനെ ചിട്ടപ്പെടുത്തണം എന്നൊക്കെ ഒരു ആവശ്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു പണ്ട്, നീലകണ്ഠൻ. അദ്ദേഹം സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുള്ള ആളാണ്. ഒരു കുമ്മിണി ഗുരുവായൂർ കോളേജിൽ വർക്ക് ചെയ്തായിരുന്നു അദ്ദേഹവും. ഇത് അപ്പോൾ അത് ഈ പറയുന്ന ഇപ്പോൾ തായേഷത മാത്രമാണെങ്കിൽ അത് മാത്രമേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. സഖിയെ എന്താ വയളയിൽ, അതിൻ്റെ അർത്ഥം മാത്രമേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിപ്പീറ്റേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച അതേ ഐറ്റം തന്നെ എല്ലാ കുട്ടികൾക്കും നമ്മൾ പഠിപ്പിച്ചാൽ ഒരു പുതുമയില്ല. ഞങ്ങൾ കഴിഞ്ഞോണം കണ്ട അതേ ഐറ്റം തന്നെ. അപ്പോൾ എന്തെങ്കിലും ഒരു വിന്യാസം, അതായത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെണ്ണ തിന്നൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ തൈര് കലക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ പിന്നെ അത് നമ്മൾ വിചാരിച്ചു ഈ കൃഷ്ണനെ ഉരുള് കെട്ടിയിടുന്ന ഭാഗം കാണിക്കാം,
അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ 2 മരങ്ങളുടെ ഇടയിൽ കൂടെ കൃഷ്ണൻ പോയി. അങ്ങനെ ഒരുപാട് വിന്യാസങ്ങൾ പഠിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. അത് വേറെ ഒന്നുണ്ടായിരുന്നു. ജവഹർ ബാലഭവനിൽ 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ കുട്ടികളെ ബാലകൃഷ്ണനായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് കാളിയനായിട്ട് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റോറി ബേസായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ബാലഭവനിലുണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് 60 കലാകാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്മനാഭന്റെ മുന്നിൽ നടത്തിയ ഒരു പ്രകടനമാണ്. അവിടെ വേലകളി മാത്രമേ മുന്നേ അത് ഞാൻ മനസ്സിലാക്കുന്നത്. തമ്പുരാട്ടി പോയെന്നിരുന്നാളിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരിക്കലും പെർമിഷൻ തരില്ല, അവിടെ വേലകളി അല്ലാതെ ഇതുവരെ ഒരു കാരണവശാലും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ 60 വർഷം തികയാണ്. അപ്പോൾ എല്ലാ മന്ത്രിമാരും നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള സ്റ്റേജിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സരസ്വതി മണ്ഡപമാണ് മേക്കപ്പിന് തുറന്നു തന്നത്. പക്ഷേ ഞാൻ പെൺകുട്ടികളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ശബ്ദമോ ഒരു അനക്കമോ ഒരു സ്ലൈഡോ പിന്നോ ഒന്നും 2 തമ്പുരാട്ടിമാരും ഈ പറയുന്ന ഐറ്റം കാണുന്നത് മുകളിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന 60 കലാകാരന്മാരെ 60 കൊല്ലമായതുകൊണ്ട്, വർഷം നമുക്ക് അത്ര കൊല്ലമായതുകൊണ്ട് ആ 60 നർത്തകികളെ എറ്റ് എ ടൈം നമുക്ക് ആ ഗ്രൗണ്ടിൽ വെച്ച് കളിക്കാൻ വേലകളിക്ക് പകരം സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണു വരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് വലിയൊരു ശിഷ്യയുടെ അമ്മയായിരുന്നു. തമ്പുരാട്ടി തന്നെ സംശയിച്ചു, പത്മനാഭ ഇറങ്ങി വന്നോ ഇവലെ എന്ന്. അത്ര നല്ല മേക്കപ്പും ആ ഫിഗറും അല്ല, അത് വേറൊന്നല്ല, ആ കലയ്ക്ക് പത്മനാഭൻ അത്രയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിച്ചതാണ്. അതിൻ്റെ സാഹിത്യം എടുക്കുമ്പോഴും ഒരാളുടെ അല്ല 60 കവികളുടെ സാഹിത്യം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താ കാരണം വെച്ചാൽ നമുക്ക് ഇത്ര സമയമല്ലേ, ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഈ 60 വിളക്ക് കത്തിക്കണം. ഈ 60 തിരി നമുക്ക് കത്തിക്കണമെങ്കിൽ ഈ 60 പേര് ഇവിടെ അറ്റൻഡ് ചെയ്യണ്ടേ. അപ്പോൾ അവർക്ക് എന്താ അവിടെ സ്ഥാനം? അപ്പോൾ അവരുടെ വരികളുണ്ട് എന്നറിയുമ്പോഴല്ലേ അവർക്ക് സന്തോഷം. അവരുടെ വരികൾക്ക് ഞാൻ എന്ത് ചെയ്തു അല്ലേ. അപ്പോൾ ഈ 60 പേര് വിളക്കൊളുത്തുകയും ഈ 60 പേര് സ്റ്റേജിലിരുന്ന് കാണുകയും ഈ 60, അതായത് മരിച്ചുപോയ 1-2 പേരുടെ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി അവരുടെയൊക്കെ ശങ്കരാചാര്യരുടെയും വരികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഗത ചേച്ചിയുടെ അച്ഛൻ്റെ വരികൾ. അവനെ ചേച്ചി പറഞ്ഞു അത് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ 1-2 അത്രയും. ബാക്കി സകല പേര് അറ്റൻഡ് ചെയ്ത് ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അതിൻ്റെ ചിട്ടപ്പെടുത്തുന്ന പ്രോസസ്സൊക്കെ കുറച്ച് കഠിനമായിരുന്നു, ഈ വരികൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ? വരികൾക്ക് എനിക്ക് പ്രാധാന്യം തോന്നി. കാരണം വെച്ചാൽ ഒരുപാട് കേട്ടിട്ടുള്ള അതിനൊക്കെ ബിന്ദുജിയും കൂടി കുറച്ച് സഹായിച്ചു. അവൾ PhD മ്യൂസിക്കാണല്ലോ എടുത്തത്. അപ്പോൾ അമ്മ ഈ ഭാഗം എടുത്താൽ തരക്കേടില്ല, നമുക്ക് ഇവിടെ അഭിനയിക്കാൻ പറ്റും എന്ന്. അപ്പോൾ പിന്നെ അതെല്ലാം ഓരോ സെക്ഷനായിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു ഓവർ സ്ട്രെയിൻ എന്ന് പറയാനില്ല. പിന്നെ ഒരേമാതിരി മേക്കപ്പ്, അവിടെയും കളർ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൽ. നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ട് പറയും? ഇതെനിക്ക് ജയഭാരതിന് ജയഭാരതിക്ക് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഡാൻസ്. അതായത് ജവഹർ ബാലഭവനിലെ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് കമ്പോസ് ചെയ്യാൻ പറഞ്ഞ് ജയഭാരതിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഓർമ്മയിൽ നമുക്ക് ഇന്നെനിക്ക് പൊട്ടുകുത്താനുള്ള പാട്ട് കേൾക്കാം. മാധുര്യമ്മയാണ് പാടിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ പോയപ്പോൾ അവിടെയും 2 ചുവട് വെച്ച് കണ്ടായിരുന്നു. അല്ല, അത് അവർ സിസ്റ്റർ നിവേദിത യൂണിവേഴ്സിറ്റിയുടെ പുരസ്കാരം നാട്യരത്നം ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയുടെ ഒരു യൂണിവേഴ്സിറ്റി ഒരു സ്ത്രീക്ക് തന്നെ തരണം എന്ന് തോന്നിയത് തന്നെ വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക? അപ്പോൾ എൻ്റെ ബയോഡേറ്റ അവരെവിടെ നിന്നോ കണ്ടിരിക്കണം. അത് എന്തെല്ലാം തരത്തിലവർ എന്നെ പറ്റി എഴുതി അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അത്ഭുതം തോന്നി എനിക്ക് ശരിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, മാം എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ഐ വിൽ ഡു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല ടീച്ചർക്ക് അത് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ
പെട്ടെന്ന് നോക്കിയപ്പോൾ സ്വാതിരുന്നാളുടെ സുരുട്ടി രാഗത്തിലുള്ള മിശ്രചാപ്പിലുള്ള അത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ അഭിനയിക്കാം, കളിക്കാൻ പറ്റും. അപ്പോൾ തലേ ദിവസം ഈ പോട്ടിൽ കുറച്ച് കാല് വല്ലാണ്ട് ഉളുക്കി, ചെറിയൊരു വേദന ഉണ്ട് കാല്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന മാതിരി ഭംഗിയില്ല. പക്ഷേ എന്തോ ദൈവം നമ്മുടെ കൂടെ നിന്നു, കളിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പനിമതി മുഖിവാലയാണ്. എൻ്റെ തെറ്റാണ്. അതെ, അല്ല അതിന് കാരണമുണ്ട്. MK നായർ ചെയർമാൻ ആയിരുന്ന കാലത്ത് അപ്പോൾ അദ്ദേഹം വലിയ ഇഷ്ടമാണ് ഞാൻ പനിമതി മുഖ്യപാലെ കളിക്കണം. മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ പനിമതി മുഖ്യപാലെ കളിച്ചിട്ടുള്ള വ്യക്തി ഞാനാണ്. എവിടെയും അത് തന്നെയാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത്, ദൂരദർശനിലൊക്കെ. അതുപോലെ അഭിനയിക്കാനുണ്ട്, അതിൽ വിന്യാസം ചെയ്യാനുണ്ട്, രാസകളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തോ അദ്ദേഹം എവിടെയാണ് വിമലെ ഇന്ന് പനിമതി മുഖ്യപാലെ ചില ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ കലാമത്തിൽ, അപ്പോൾ അതിലുണ്ടാവും പനിമതി മുഖ്യപാല. അതുപോലെ ഒരു പ്രധാന കാര്യമാണ് രാമായണം. അത് പറയാതെ പോകാൻ വരിക, പ്രത്യേകിച്ച് നമ്മളിത് കർക്കിടക മാസത്തിലോട്ട് വരികയാണ്. അതിനൊരു കാരണമുണ്ട്. ഒരിക്കലും കഥാപാത്രങ്ങൾ സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ എന്നൊരു സങ്കല്പം നമ്മുടെ മോഹിനിയാട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോറി ബേസിൽ മറ്റുള്ളവരെ ധരിപ്പിക്കുക? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിന്ദുജ മലേഷ്യയിലാണല്ലോ, അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടായിരുന്നു, ഈ കേരള നാട്യ അക്കാദമി എന്ന പേരിൽ തന്നെ. അവിടെ മകളും ഡാൻസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി. അവിടുത്തെ കുട്ടികൾക്ക് അവർ പൊട്ട് തൊഴില്ല, അറിയാലോ, അതൊക്കെ കാല് തൊട്ട് തൊഴില്ല. പക്ഷേ ഇതെല്ലാം മാറ്റി എല്ലാം ചെയ്തു. പക്ഷെ നമ്മൾ ശ്രീരാമനെന്നോ രാവണമെന്നൊന്നും പറയില്ല. അവരെ മുഴുവൻ ഇംഗ്ലീഷിലെ നായിക അത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ ആ രാമായണം ഞാൻ അവിടെ എടയ്ക്ക, മിഴാവ്, ഉടുക്ക്, മദ്ദളം, ചെറുത്, ചെണ്ട, തിമില, ഇത്രയും വാദ്യങ്ങൾ വെച്ചാണ്. പക്ഷെ ഇവിടെ ചെയ്യാൻ ധൈര്യമില്ല. അവിടുത്തെ മിനിസ്റ്റർ, റാണി എല്ലാവരും 3 ദിവസത്തെ പരിപാടി അവിടെ ചെയ്യാൻ സാധിച്ചു. അത് ചെയ്തതിന് ശേഷമാണ് കോട്ടയം തമ്പുരാൻ്റെ രാമനാട്ടം ഫെലോഷിപ്പ് കേന്ദ്രം അനുവദിച്ചത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ രാവണൻ്റെ ചലനം വ്യത്യാസമല്ലേ, ഈ പറയുന്ന സേതുബന്ധനം എന്താണ് നമ്മുടെ കുരങ്ങന്മാരുടെ ചലനങ്ങൾ. അപ്പോൾ ആ ഉടുക്കിൽ നമ്മൾ അത് ചലിപ്പിച്ചു. അപ്പോൾ അത് അറിയില്ലെങ്കിൽ കൂടി ഈ ചലനം കൊണ്ടും ഈ വാദ്യത്തിൻ്റെ ആ മൂമെൻറ്റ്സ് കൊണ്ടും വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള ഭാഷ അറിയാത്തവർക്ക് പോലും ഇതായി. പെരുമ്പറ കൊട്ടുക മിഴാവിൽ എന്തായിരിക്കും ഇല്ലേ അവർക്ക് കിട്ടുന്ന ഒരു ഉണർവ്. മൃദംഗം സാധാരണ മോഹിനിയാട്ടം ഭാഗം മാത്രം ഉപയോഗിച്ചു. ഒരു പരീക്ഷണമായിരുന്നു, പരീക്ഷണമായിരുന്നു. പക്ഷേ അത് നമുക്കിവിടെ ചെയ്യില്ല. പക്ഷെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പുതിയ തലമുറയ്ക്ക് അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ? അതൊരു കാര്യമുണ്ട്. വിമല ടീച്ചർ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ ചെയ്തു എന്ന് നാളെ പറയും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് രാവണൻ്റെ ഭാഗം ഞാൻ തവരയിൽ ചെയ്തത്, എന്താണ് കുരങ്ങൻ്റെ ഭാഗം ഞാൻ ഉടുക്കിൽ ചെയ്തത് എന്ന് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു. ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ടീച്ചർ ചെയ്തത് ശരിയാണെന്ന് അംഗീകരിക്കാൻ ആളുണ്ടാവില്ല. ഇപ്പോൾ ഒരു വണ്ടിങ്ങനെ ചലിച്ചു പോവുക, ശരിക്കത് മൂളുന്നത് മദ്ദളത്തിലാണ്. മദ്ദളത്തിനോളം വേറൊരു വാദ്യത്തിൽ മൂളാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവണം. ഈ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ കഥകളി, ഓട്ടംതുള്ളൽ എല്ലാം കാണാനും അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരുടെയും കൂടെ പഠിച്ച ആൾക്കാരും പിന്നെ പ്രഗത്ഭരായ ആൾക്കാരാണ്, എല്ലാവരുടെയും ഒരു സഹവർത്തിത്വം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു ബലം തന്നിട്ടില്ലേ? പ്രത്യേകിച്ച് ഗോപിയാശൻ ഞങ്ങളുടെ കാലത്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു ബസ്സിലാണല്ലോ, ഒരു ബസ്സിലോ കലാമണ്ഡലത്തിൽ. ഇന്നത്തെ മാതിരി ഓരോ ടീച്ചേഴ്സ് ഡാൻസിന് വേറെ അങ്ങനെ ഇല്ല. ഓട്ടംതുള്ളൽ എല്ലാവരും ചേർന്നാണ് പോവുക. അപ്പോൾ ആദ്യം ഓട്ടംതുള്ളൽ, അത് കഴിഞ്ഞാൽ ഡാൻസ്, അതിൻ്റെ കേളി കൊട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ കയറുന്നവരെ, അതായത് ബസ്സിൽ കയറുന്നവരെ ഇത് കാണണം. ഗോപിയുടെ നളനോ അതൊക്കെ ആയിരിക്കും കാണുക. ഓരോ ചലനങ്ങളും, കണ്ണിൻ്റെ ചലനം, ഇവിടം കൊണ്ടുള്ള ചലനം, ചിരി, പിരികം, ഒരു ശൃംഖാരഭാവം,
എങ്ങനെയാണ് ഒരു വശീകരണ ശക്തി അക്കാണ്ടിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഗോപിയേട്ടനൊരു മാതൃക തന്നെയാണ്. അതുപോലെ നമ്മുടെയൊക്കെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ തിരുത്താനും, അതായത് നീ എന്തിനാ ആ ഭാഗം അങ്ങനെ എടുത്ത് ചോദിക്കാനുള്ളൊരു ധൈര്യം ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ ഉയർച്ചയ്ക്ക് കലാമത്തിൽ ചെല്ലുമ്പോൾ എന്നെ അനുഗ്രഹിക്കാനുള്ളൊരു ഇതുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഡാൻസിൻ്റെ ഒരു പാട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ശോഭന ചെയ്തു, രാധാകൃഷ്ണൻ മ്യൂസിക് ചെയ്തിട്ടുള്ളതാണ്. രാധാകൃഷ്ണനായിട്ട് ഞാൻ ദുബായിൽ ഫസ്റ്റ് പ്രോഗ്രാമിന് ഞാനും എൻ്റെ ശിഷ്യ രാജീവ് ഗോപാലകൃഷ്ണനും രാധാകൃഷ്ണനും കൂടിയാണ് പോണത്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഇത്ര വേഗം കലാലോകത്തുനിന്ന് പോകാൻ പാടില്ലാത്ത ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലും കൂടി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൂടെ പാട്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ പുസ്തകങ്ങളെക്കുറിച്ച് കൂടി ചോദിക്കാതെ ഈ ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല. അതായത് പ്രധാന കാരണം വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം ടീച്ചർ എന്നും പറഞ്ഞ് ലാസ്യമോഹിനി ആണ് മോഹിനിയാട്ടത്തിൻ്റെ. വളരെ ലളിതമായിട്ട്, അതായത് എന്താണ് കയ്യ്, എന്താണ് മുദ്ര, എന്താണ് ഇരുകൈകൾ എങ്ങനെയാണ്, അംസ മുദ്രകൾ എങ്ങനെയാണ്, താന്ത്രി മുദ്രകൾ എന്ത്, അങ്ങനെ വളരെ ലൈറ്റായിട്ടൊരു ബുക്കാണത്. അതേമാതിരി തന്നെ ഞാൻ ഭരതനാട്യം എടുക്കുന്നുണ്ട്. ഭാഷാ തമ്പാൻ സാർ പറഞ്ഞു, ടീച്ചർ അതേമാതിരി ഭരതനാട്യത്തിന് ലൈറ്റായിട്ടൊന്ന് ചെയ്തൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹവും ജയകൃഷ്ണൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഒരു ശാസ്ത്രീയവും ചരിത്രവും എന്ന് പറഞ്ഞിട്ടാണ് ഭരതനാട്യത്തിൻ്റെ ഒരു ബുക്ക് എഴുതിയത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു 60-64 വർഷത്തെ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് എനിക്ക് തമിഴിലാക്കി എടുക്കാൻ എങ്കിലും, പക്ഷേ നമുക്ക് ഇവിടെ സമയ ചുരുക്കം കൊണ്ട് ബിന്ദുജയെ നമുക്ക് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശരിക്കില്ല. ബിന്ദുജ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് അവള് താമസം. മകള് ഓസ്ട്രേലിയയിൽ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് മലേഷ്യയിലാണ് അതിൻ്റെ PhD എടുക്കണത്. നമുക്കൊരു സപ്പോർട്ടാണ് ശരിക്കും. ഒരു ഡാൻസർക്ക് വേണ്ട പാട്ടായാലും ശരി, താളമാണെങ്കിലും ഒരു മനസ്സ്, അതായത് ഒരു പുതുമ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കുണ്ട്. എത്ര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തതെന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ സന്തോഷത്തോടുകൂടി, ഏറെ വിനയത്തോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. എനിക്ക് വളരെ സന്തോഷം. മേലിലും വന്ന് നിങ്ങളെ ശ്രോതാക്കളെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കലാമണ്ഡലം വിമല മേനോൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.